നാം അറിയാതെയും അറിഞ്ഞും ഉപയോഗിക്കുന്ന വികാര വിക്ഷോഭങ്ങൾ, അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ പരസ്പരം മനസ്സിലാക്കുമ്പോൾ മാത്രമേ സ്നേഹത്തിൻ്റെ അനുഭവം നമുക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. പരസ്പരം സ്നേഹിക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുവാൻ നാം മറന്നു പോകരുത്. ദൈവം പറയുന്നത് കേൾക്കുവാൻ, ദൈവത്തോട് നാം പ്രാർത്ഥനയിലൂടെ പറയുമ്പോൾ, തിരുവചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നത് കേട്ടുകൊണ്ട് ജീവിപ്പാൻ, നല്ല ക്രിസ്തീയ കുടുംബ പ്രാർത്ഥനകളുള്ള കുടുംബങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറുവാൻ ഇടയാകണം. രണ്ടാമത് പറഞ്ഞത്, വ്യക്തിപരമായി നാം ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ ദൈവികമായ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, അതുവഴി ക്രിസ്തുവിൻ്റെ സുവിശേഷ വാഹകരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.